വീട്ടിലിരുന്ന് കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ബോറിങ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പറ്റും, ഡിപ്ലോമ എടുക്കും. അപ്പോൾ ആ സമയത്ത് ഡ്രൈവറൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാര്യം നമുക്കൊരു പ്രൈവസി ഇല്ലാത്ത പോലെ നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ പാർക്ക് ചെയ്ത് പോരാ. ഇത് ഒരാളെ വെയിറ്റ് ചെയ്യണം, കഴിയുമ്പോൾ ആളെ വിളിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ നാസ്കർ ഭയങ്കര ബോറിങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ നാസ്കർ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ വണ്ടി എടുത്തു തന്നത്. നാസ്കയുടെ വണ്ടി തോടിക്കല്ലേ, അതിപ്പോഴും വലിയ വണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇനി ചെറുതായിട്ടൊക്കെ തട്ടിയാലും മുട്ടിയാലും കുഴപ്പമില്ലാത്ത വണ്ടിയാണ് നമ്മൾ ആദ്യം പരീക്ഷിക്കാൻ കൊടുത്തത്. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് ഒരു മൈൻഡ് ഫ്രീ ആകാന്നൊരു സംഭവമുണ്ട്. 100 ടെൻഷനിലൊക്കെ നമ്മളിത് പഠിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ വണ്ടി എടുത്ത് പോവുക. കാരണം അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി നമുക്ക് പോയാൽ കുഴപ്പമില്ല, പക്ഷെ ഭാര്യ പോയാൽ പിന്നെ നമുക്ക് വേറെ അല്ല, സത്യം പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളത്. അപ്പൊ അങ്ങനെ പിന്നെ ഓടിച്ച് കുറെ ഫ്രീ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഇപ്പൊ ആളൊറ്റയ്ക്ക് എല്ലാ സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ വാങ്ങിയത് സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ വിട്ടിട്ട് ആസ്ക ബാക്കിൽ വരുമായിരുന്നു. കാര്യം ഞാൻ കറക്റ്റായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ വന്നിട്ട് കറക്റ്റായിട്ടൊക്കെയാണോ ഓടിക്കുന്നത് എല്ലാം നോക്കിയിട്ടാണ് അല്ല, അതിന് വേറെ തമാശ കൂടി പറയാം. അത് എന്താ കാര്യം വെച്ചാല്, ഞാൻ ആ പറഞ്ഞ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം വെച്ചാല്, ഈ ഷോപ്പ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാഷൻ ഡിസൈനിങ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ബോട്ടിക് സംഭവം തുടങ്ങിയിരുന്നു. മേക്കപ്പ് എല്ലാം ഞാൻ കഴിഞ്ഞതാ, പഠിച്ചതാ. അപ്പോൾ നമ്മുടെ തന്നെ ബിൽഡിംഗ് ഉണ്ട് ചൂണ്ടിയിൽ, അവിടെ ഈ സംഭവങ്ങൾ ചെയ്തു. കുട്ടികളെ രാവിലെ വിടും. അപ്പോൾ ഞാനില്ല, രാവിലെ വിടുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിൽ പോകുന്നു, അത് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു ദിവസം ഭയങ്കര ടയർഡ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഫോൺ വിളിക്കുമ്പോഴൊക്കെ അറിയാം ടയർഡാണെന്ന് സംഭവം പറയാം. പിന്നെ ഞാൻ ഉച്ച സമയത്ത് വിളിച്ചപ്പോൾ, നവാസ്കാർ ഞാനിവിടെ ഒരു മതിലിൻ്റെ അടുത്തുണ്ട്. ഞാൻ മതിലിൻ്റെ അടുത്താ, ജസ്റ്റ് ഒന്ന് മതിലിൻ്റെ അവിടെ പാർക്ക് ചെയ്താണ്. ഞാൻ പറയാം എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇങ്ങനൊരു മതില് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതെ പറഞ്ഞു, ഇങ്ങനൊരു മരം ഞാൻ ഇതുവരെ. അപ്പൊ മതിലേതാന്നറിയോ? കേന്ദ്ര ഗവൺമെന്റിന്റെ മതില, റോക്കറ്റ് മതിലല്ല, ചെറിയൊരു മതില്. ഒരു സെക്കൻഡ് കൊണ്ട് ഉള്ള ടെററിസ്റ്റായി. അതാണ് അത് ഭയങ്കര ശ്രദ്ധിക്കാം. 4-ാം മൈല് ഞാൻ ഐസാറോട് ഇതൊക്കെ ഉള്ളത് 4-ാം മൈലാണ് അതിന്റെ സംഭവങ്ങളൊക്കെ ഉള്ളത്. 4-ാം മൈലുകാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, സീരിയസ്നെസ്. നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് ഇല്ലാന്നുണ്ട്. നമ്മൾ ഏത് സ്ഥലത്താന്നുള്ളതും കൂടി ചിന്തിക്കണം. അത്രയും പ്രൊട്ടക്ഷൻ, അത്രയും സെക്യൂരിറ്റിയും ഭയങ്കര സംഭവമുള്ള ഏരിയയിലാണ് നമ്മളൊക്കെ ഇടിച്ച് കയറുന്നത്. അപ്പൊ അതിങ്ങനെ വന്നു. അദ്ദേഹത്തിന് എനിക്കാണ് ഏകദേശം ഒരു 150 മീറ്ററോളം ഇങ്ങനെ കിടക്കാണ്. ഏരിയ കൂടുതലാണ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നൊക്കെ കറക്റ്റാണ്. പിന്നെ ഇങ്ങനെ പോയപ്പോ അങ്ങനെയല്ല, അത് എന്തറിയോ, അതല്ല വെളുപ്പിന് ഒരു 4-5 മണിക്ക് എഴുന്നേറ്റ് അപ്പോൾ രാവിലെ 6:30 ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. കുട്ടികൾ 7 മണിക്ക് കൊണ്ടുപോയി വിടണം. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് 3-ാമത്തെ ആളെ കൊണ്ടുപോയി അവർക്ക് വേറെ ടൈം, അങ്ങനെ അത് വിടണം. അത് കഴിഞ്ഞ് വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ വീണ്ടും ഇവനെ 2-ാമത്തെ ആളെത്തും, 3-ാമത്തെ ആളെത്തും, അവനെ വിളിച്ചിട്ട് വരണം. അത് കഴിഞ്ഞ് പിന്നെ അവന് സ്നാക്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത് വരും. അങ്ങനെ എനിക്ക് ഒട്ടും റെസ്റ്റ് ഇല്ല, ടയേർഡായി. അപ്പൊ ഞാൻ ഫുഡ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ മോൻ 1:30 ആകുമ്പോൾ അവൻ ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്തേറ്റും. അങ്ങനെ അവനന്ന് എന്തോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്തോ ആണ്. ഞാൻ വണ്ടി എടുത്ത് അവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ഞാനിങ്ങനെ ഉറങ്ങിപ്പോണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുവരെ ഞാൻ പകൽ ഉറങ്ങാറില്ല, രാത്രിയും ടയറാണ്, അധികം ഉറക്കമുള്ള ആളല്ല. ഞാനിങ്ങനെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുമ്പോഴേ എനിക്ക് തോന്നുന്നു ഞാൻ ഉറങ്ങിപ്പോവാണ്. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ വഴിയില്ല, ഇപ്പോൾ ഉറങ്ങാത്ത ഒരാളാണ്. അങ്ങനെ മോൻ വണ്ടിയിൽ കയറി അവനെ ഫ്രണ്ടിലിരുത്തി ഞാനിങ്ങനെ പോകുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഉറങ്ങിപ്പോകും, വേഗം വണ്ടി വീട്ടിലെത്തിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ സ്പീഡിന് വണ്ടി എടുത്തു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. കാര്യം പിന്നെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ഞാൻ ബ്രേക്ക് ചവിട്ടി ഹാൻഡ് ബ്രേക്കും വേഗം വലിച്ചിട്ടു. എനിക്ക് എന്തോ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ്
ആ ഇടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇടിച്ചു എന്നുള്ള മനസ്സിലായി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കും ചവിട്ടി ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടു. പക്ഷെ എനിക്കൊന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സേഫ്റ്റി സൈഡ് ഇത് രണ്ടും എനിക്ക് നമ്മൾ ഉറങ്ങിയാലും അറിയാം. പിന്നെ ഞാൻ അവിടെ റിലാക്സ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു മരവും ഒരു വലിയൊരു ഈ മതിൽ കെട്ടും. അപ്പൊ ഞാൻ എന്റെ വിചാരം മതിലിൽ ഇടിച്ചതായിട്ട് എനിക്കൊരു ഇത് കിട്ടുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ മരത്തിൽ തടഞ്ഞ് വണ്ടി നിൽക്കുക അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ടൈമാണ് അത്രയും വർഷം ഭയങ്കര ഹൈറ്റ് ആണല്ലോ, ഭയങ്കര ഹൈറ്റ് ആണ് പറഞ്ഞാല്. അപ്പൊ അതങ്ങനെ വരുമ്പോ വെച്ചാല് അവര് നോക്കൂല്ലോ എന്താണ് ഇങ്ങനെ പറ്റി, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ മെമ്പർ ഉണ്ട്, അദ്ദേഹം പറഞ്ഞ മനസ്സിലായി. പിന്നെ നമ്മൾ അത് തന്നെ നമ്മൾ തന്നെ അത് പാച്ച് ചെയ്ത് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യും. ഞാൻ അതിനകത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു. വീഡിയോ അതിനുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ, എന്താന്നുള്ളത് അല്ല അവർക്ക് വീഡിയോ വരെയുണ്ട്. ഞാൻ അവിടുന്ന് വല്ല ഫോഴ്സ് ഇറങ്ങുമെന്ന് വിചാരിച്ചു, ടെൻഷനായി കേന്ദ്രത്തിന്നേ. അല്ല അവര് നോക്കുമ്പോ ഞാൻ ഇടിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് വണ്ടിക്ക് എന്ത് പറ്റി എടുക്കാൻ പറ്റുന്ന അറിയില്ലല്ലോ. ഞാൻ ഇറങ്ങി വന്ന് നോക്കുമ്പോ ഫുൾ ഫ്രണ്ട് കംപ്ലീറ്റ് പോയി, എന്റെ വണ്ടി ഫുൾ പോയിരിക്കുക. ഇതൊരു 4 വർഷമൊക്കെ അല്ലേ. ഈ സ്റ്റേജ് പെർഫോമൻസിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടും നമ്മൾ പിന്നെ ഓർക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ചമ്മിപ്പോയതോ അല്ലെങ്കിൽ സ്റ്റേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതൊക്കെ ഉള്ള ഇൻസിഡന്റ് ഉണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ അത് നമുക്ക് കോമഡി ആയിട്ട് തോന്നുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്തും പിന്നെ സ്റ്റേജിപ്പോൾ പണ്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമ്മളൊരു മിമിക്സ് ഗാനമേള എന്നൊക്കെ സംഭവമൊക്കെ ഉണ്ടല്ലോ. ശരി. അപ്പോൾ അത് പണ്ടുണ്ടായിട്ടുള്ള സംഭവിച്ചാൽ മ്യൂസിക് കളി വീടുറങ്ങിയല്ലോ കളി വാക്കുറങ്ങിയൽ ഇങ്ങനെയുള്ള തുടങ്ങുക. അങ്ങനെ അപ്പൊ ആ പിച്ചിലാണ് തുടങ്ങുക, കളി വീടുറങ്ങി. അപ്പൊ അങ്ങനെ ആ ഒരു പിച്ചിൽ തുടങ്ങിയാലാണ് ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്ക് കറക്റ്റ് ആവുള്ളൂ, പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവൻ തുടങ്ങിയപ്പോ തന്നെ പിച്ച് മാറിപ്പോയി, കളി കളി. അത് കഴിഞ്ഞിട്ട് അടുത്ത ബീജി വരുമ്പോ പിന്നെ വീടെടുക്കാൻ പറ്റുന്നില്ല. ഇമാതിരി പരിപാടികൾ കൂട്ടിക്കൊണ്ടാ സ്പോട്ടില്. അതായത് പിച്ച് മാറ്റെന്ന് പറയുന്ന സംഭവങ്ങള് കുറെ തമാശകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അബദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഈ നടന്മാരെ അനുകരിക്കുന്നതിലൊക്കെ പലപ്പോഴും പല സംഭവങ്ങൾ വരും. ഇപ്പൊ നമ്മുടെ കേസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പിന്നെ പുതിയ പുതിയ താരങ്ങളെ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ പ്രേം നസീർ ചെയ്യുന്ന അന്ന് ആ ഒരു സമയങ്ങളിലൊക്കെ ഇപ്പോൾ നസീർ സാറ്, കെ പി ഉമ്മർ, മധു, ജനാർദ്ദൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചില പടങ്ങൾ ഹിറ്റാവും. ഹിറ്റായി കഴിയുമ്പോൾ അതിനകത്തൊരു നടൻ ക്യാരക്ടർ കൊണ്ടുവരാൻ. അപ്പോൾ അവർക്ക് ഷൈൻ ചെയ്യാൻ കൂടിയാണല്ലോ. കാരണം വെച്ചാൽ പുതിയൊരു നടൻ ഞാൻ ഇന്ന് എടുക്കാൻ പോവാണ്, സൂപ്പർ ഹിറ്റ്. അപ്പോൾ അങ്ങനെ അതാണ് ഇപ്പോൾ ലേലത്തിലെ സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലേലം സിനിമയിൽ വളരെ നാൾക്ക് ശേഷം ഹിറ്റ് സംഭവമായിട്ട് മറ്റേ സോമചേട്ടൻ്റെ ക്യാരക്ടർ ആ സംഭവം വന്നാൽ അതിൻ്റെ ഡയലോഗ് ഭയങ്കര ഹിറ്റാണ്. അത് നേരെ ആ തിരുമേനി സംഭവമൊക്കെ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബെന്നി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ഞാൻ വന്നിട്ട് പറഞ്ഞു, ഞാനിന്ന് സോമചേട്ടൻ ചെയ്യാൻ പോവാണ്, അപ്പോൾ ഡയലോഗ് ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ നടക്കുന്നത് പൂരപ്പറമ്പിലാണ്, ഉത്സവപ്പറമ്പിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നമുക്ക് ഓഡിറ്റോറിയം ആണെങ്കിൽ കുറച്ചും കൂടി അവിടെ വേറെ പ്രശ്നം, കുറച്ചുകൂടി ഒതുങ്ങിയ സ്ഥലമാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു നല്ല പഞ്ച് ഉണ്ടാവും ഈ സിസ്റ്റത്തിലൊക്കെ ഇത് വരുമ്പോൾ. ഓക്കെ, ഇതിങ്ങനെ വൈഡായി കിടക്കില്ലേ, ഇവിടെ ചെയ്ത ചിലപ്പോൾ ഈറ്റില്ലെങ്കിൽ പിന്നെ അത് ഏതൊക്കെ മൈൻഡിലാണ് ആളെടുക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഫസ്റ്റ് പരീക്ഷണം ഇവിടെ വേണോ. ഇവൻ നമ്മുടെ ട്രൂപ്പ് മാനേജറാണ്, ഞാൻ ഈ ട്രൂപ്പിൻ്റെ മാനേജറാണ്. ഇമാതിരി പരിപാടികൾ കൂട്ടിക്കൊണ്ടാൽ മതി, ഞാൻ തീരുമാനിക്കും, ഇത് ഞാൻ തീരുമാനിച്ചാണ് ചെയ്യുന്നുള്ളത്. ഇവൻ്റെ ശൈലി ഇതാ സംസാരിക്കുന്നത്. പറഞ്ഞു ശരിയാണെന്ന് നീ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല നടന്മാരെടുക്കുന്ന ഭയങ്കര അപ്ലാസാണ് കാരണം. മിമിക്രി ചരിത്രത്തിൽ ആദ്യമായി സൂപ്പർ ഹിറ്റ് സിനിമയായ ലേലത്തിൻ്റെ ഡയലോഗുമായി കടന്നു വരുന്നു MG സോമൻ. അപ്പോൾ ഭയങ്കര ആകാംക്ഷയിലിരിക്കുകയാണ് ആളുകൾ, ഈ സാധനം എന്താന്നുള്ള. കാരണം അതുവരെ ആ സമയത്ത് ആരും അത് ചെയ്തിട്ടില്ല. നേരെ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, കുറച്ച് അകലെന്ന് വരുത്ത. നീ പോയിട്ടുണ്ടോടാ? മരം വെട്ടുകാരൻ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിന്. അതായത് സോമനൊക്കെ പോയി മനസ്സിലായി. പിന്നെ ആ സാധനം ഇങ്ങനെയായി അത് കേട്ടപ്പോ ബെന്നി സോമനായി പോയി.